ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അനസ്വേലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മഴക്കാലത്ത് നമ്മുടെ മുടി സംരക്ഷിക്കാൻ വേണ്ടി ഇട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ടോണായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും താരനും മാറ്റി മുടിക്ക് നല്ല ആരോഗ്യം കൊടുക്കുന്ന ഒരു ഹെയർ ടോണാണ്. മഴക്കാലത്ത് നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിലും താരൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടി സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഉലുവ വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ ടോൺ ചെയ്യുന്നത്. ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിലും താരനും തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ മാറ്റാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഉലുവ. അപ്പോൾ ഉലുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിതിന് മുന്നേ ഉലുവയും കരിഞ്ജീരകവും വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു താളി പോലെ ഉപയോഗിക്കുന്ന ഹെയർ പാക്ക്. അത് കുറച്ച് സമയം എടുത്തിട്ട് ഒക്കെ വേണം നമുക്കത് കഴുകി കളയാനും, കുറച്ചധികം നേരം വയ്ക്കുകയൊക്കെ വേണം. തണുപ്പൊക്കെ ഉണ്ടാവും. മഴക്കാലത്ത് നമുക്ക് അത് ചെയ്യുമ്പം കുറച്ച് നീരിറക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വെള്ളം പോലെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉലുവ കുതിർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പെട്ടെന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇട്ട് വെച്ചാൽ നമ്മളത് നല്ലപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ വേണം നമുക്കിത് ഉപയോഗിക്കാൻ. വെള്ളമാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ നമ്മളിത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കും. ഇതിൻ്റെ കൂടെ ഇത് ഉലുവ മാത്രമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ 3 ഐറ്റം കൂടെ വേറെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഉലുവ അവിടെ ഇരുന്ന് കുതിരട്ടെ. ഇത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. മറ്റേ നമ്മൾ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉലുവ അരച്ചൊക്കെ എടുക്കുമ്പോൾ ഉലുവ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴുകി കളയാൻ കുറേ സമയം എടുക്കും. അപ്പം ജലദോഷം പോലെയുള്ള നീരിറക്കം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. കുറേ നേരം നമ്മൾ തലയിലത് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് മുടിയിൽ നിന്ന് പോകാൻ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ പായ്ക്ക് ഇടുന്നതുകൊണ്ട്. ഇത് പായ്ക്കല്ല, ഹെയർ ടോണാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മൾ ഉലുവേൻ്റെ താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു കറ്റാർ വാഴയും കൂടെ ചേർക്കണം. ഓ നോക്കൂ, എൻ്റെ കറ്റാർ വാഴ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ കിളുത്തിട്ടുണ്ട്. അപ്പോൾ പറിച്ചളയട്ടെ. മറിഞ്ഞു വീണു കേട്ടോ. ഓ കണ്ടോ, ചെറിയ കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറിച്ച് മാറ്റി നട്ടിരുന്നു. കണ്ടോ, വേറെ എണ്ണത്തിലോട്ട് പറിച്ച് നട്ടതാ. അപ്പോൾ നമുക്കിതിൻ്റെ അടിയിലത്തെ വേരെടുക്കാം. അടിയിലത്തെ ഇനി ആവശ്യമില്ല നമുക്ക്. ഇതുണ്ടോ, കറ്റാർവാഴ പറിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തിച്ചാരി വെച്ചാൽ അതിൻ്റെ ഒരു മഞ്ഞക്കറയുണ്ട്, അത് പൊയ്ക്കോളൂ കേട്ടോ. അങ്ങനെ മഞ്ഞക്കറ പോയതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ഉലുവ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ അത് ഞെരടി എടുക്കാം. ഞെരടി എടുക്കുമ്പോൾ അതിൻ്റെ സത്തൊന്നും കൂടി ആ വെള്ളത്തിലോട്ട് ഇറങ്ങും. ആ വെള്ളം കളയരുത്. ആ വെള്ളത്തോടെ തന്നെയാണ് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഞാൻ ആ പാനിലോട്ട് ഒഴിച്ച് തിളപ്പിക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ പൾപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തൊലി ഇങ്ങനെ ഒരു ഭാഗത്തെ തൊലി ചെത്തിയിട്ട് സ്പൂണും കൊണ്ട് എന്തെങ്കിലും ഒന്ന് വരണ്ടി എടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ പൾപ്പ് ഫുള്ളായിട്ട് കിട്ടും. എന്നിട്ട് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. കറ്റാർവാഴ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ എണ്ണ കാച്ചുന്നതിലൊക്കെ നമ്മൾ സ്ഥിരം കറ്റാർവാഴയാണ് ചേർക്കാറ്. ഉലുവ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉലുവ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കറ്റാർവാഴ അടിച്ചത് ചേർത്ത് കൊടുക്കാം. അരിക്കൊന്നും വേണ്ട, ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അരിക്കാം. കറ്റാർവാഴ അടിച്ചെടുത്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും കൂടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നീട്ടി വെള്ളം എടുത്തത്. ഒരാൾക്ക് മാത്രം എടുക്കാനാണെങ്കിൽ ഇത്രയും കൂടുതൽ വെള്ളം എടുക്കണമെന്നില്ല. ഉലുവ കുതിർക്കാൻ വെക്കുമ്പോൾ കുറച്ച് 1 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചാൽ മതിയാവും. ഇനി കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് കൊടുത്താൽ മതി. തണുപ്പോടെ തേക്കരുത്.
അപ്പോൾ ഇത് തിളച്ചു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം ഇത്. അപ്പോൾ ഞാനത് ഉലുവയും കറ്റാർവാഴയും കൂടെ ഉള്ള അത് തിളപ്പിച്ചത് അരിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് 2 ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലൊന്ന് വെളിച്ചെണ്ണയാണ്, വെർജിൻ കോക്കനട്ട് ഓയിലാണ്, ഉരുക്ക് വെളിച്ചെണ്ണ. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ. നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. 2 ടീസ്പൂൺ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് വൈറ്റമിൻ ഇൻ്റെ ഒരു ക്യാപ്സൂളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം മതി. വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സൂൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് മുടിക്ക് നല്ലൊരു സംരക്ഷണം തരും. വൈറ്റമിൻ ഇ നല്ലൊരു ഹെയർ ടോണറാണ്. നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് വരാനും നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ സ്കാൽപ്പിൽ വളരാനും ഒക്കെ നമുക്ക് സഹായിക്കും. സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷനും ഒക്കെ മാറി നല്ലൊരു പ്രോട്ടീൻ കൊടുക്കും വൈറ്റമിൻ ഇ. ഇതിനധികം വിലയൊന്നുമില്ല. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ട് നിറയ്ക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ എല്ലാവരും എടുക്കാൻ നോക്കുക. സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് തലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് തലയിൽ തേക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നല്ലപോലെ കുലുക്കണം. എന്നിട്ട് ഇങ്ങനെ മുടി വകഞ്ഞെടുത്തിട്ട് ഓരോ വകവിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോഴും കുലുക്കി സ്പ്രേ ചെയ്യണം. നമ്മൾ ഇതിനകത്ത് ഓയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെള്ളമായിട്ട് അങ്ങനെ മിക്സായി വരില്ല. മിക്സായി വരണമെങ്കിൽ ഓരോ പ്രാവശ്യവും കുലുക്കി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ, നിങ്ങളുടെ തലയിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. പിന്നെ ഇത് വെറുതെ വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. കൂടുതൽ ഷാമ്പു ഒന്നും ഇടരുത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ താളി തേക്കുക. ഷാമ്പു ഒരിക്കലും ഇടരുത്. ഷാമ്പു ഇട്ടാൽ ഇതിൻ്റെ ആ ഗുണം പോകും കേട്ടോ. നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂളൊക്കെ ചേർത്താണ്, അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ ഷാമ്പു തേച്ചാൽ പോവും. എല്ലാ ഭാഗത്തോട്ടും ആയതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ തലയിൽ വെക്കുക. അപ്പോൾ ഞാനത് മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മഴക്കാലത്ത് വളരെ എളുപ്പത്തിൽ നമ്മുടെ മുടി കെയർ ചെയ്യാൻ നമുക്ക് ഈ ഉലുവേൻ്റെയും വൈറ്റമിൻ ഇൻ്റെയും ഒക്കെ ഈ മിക്സ് നമ്മളെ സഹായിക്കും. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറും, മുടി നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അരമണിക്കൂർ വെക്കണം കേട്ടത്. പരമാവധി അരമണിക്കൂർ വെക്കണം. നമ്മൾ ഉലുവയും കറ്റാർവാഴയൊക്കെ തിളപ്പിച്ചെടുത്തുകൊണ്ട് അങ്ങനെ നീരിറക്കമൊന്നും ഉണ്ടാവില്ല. ഇനി നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അരമണിക്കൂർ വെക്കുകയാണ് നല്ലതാണ്. എന്നിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി കളയുക. നല്ല വെള്ളത്തിൽ, റണ്ണിങ് വാട്ടറിൽ കഴുകി കളയുന്നതാണ് നല്ലത്. ഇനി എണ്ണ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് വേണം എണ്ണ കഴുകി കളയാൻ. ഷാമ്പു ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഗുണമൊക്കെ പോവും. പരമാവധി നമ്മൾ താളി ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ഹോം റെമഡീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.